സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി എഡിറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ് വെലോസിറ്റി എഡിറ്റ് എന്നുള്ളത് നോക്കാം. വെലോസിറ്റി എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ ഫാസ്റ്റ് ആവുന്നതും സ്ലോ ആവുന്നതും, അതായത് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും ആവുന്നതാണ് ഈ ഒരു വെലോസിറ്റി എഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അത്ര പാട് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പാടാണ് ഇത് ചെയ്യാനായിട്ട്. കൂടുതലും ഇത് ആഫ്റ്റർ എഫക്ട്സ്, അതായത് PC എഡിറ്റേഴ്സാണ് ഇത് ചെയ്യാറുള്ളത്. നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അത്രയും പെർഫെക്ഷനായിട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ ആൻഡ്രോയിഡിൽ ഇല്ല. പക്ഷേ നമ്മുടെ വീഡിയോസ് സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്മൂത്ത് ആക്ഷൻ ക്യാം. സോ ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വെലോസിറ്റി എഡിറ്റ് ചെയ്യാമെന്ന്, വെലോസിറ്റി എഡിറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറുതായിട്ട് ജസ്റ്റ് ഒരു വെലോസിറ്റി എഡിറ്റ്, നമ്മൾ ഈ ഒരു പ്രിവ്യൂവിൽ കാണുന്ന പോലുള്ളൊരു വെലോസിറ്റി എഡിറ്റ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം കുറച്ച് ഫാസ്റ്റായിട്ട് വന്നിട്ട് പിന്നെ ഒരു സ്ലോ മോഷൻ, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിന് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പേര് പറയുന്നുണ്ട്, ബ്രോ വീഡിയോ വെലോസിറ്റി എഡിറ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നു. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി എഡിറ്റ് ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഈ ക്യാപ് കട്ട്, അതേപോലെ തന്നെ ഗ്ലിച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് വെലോസിറ്റി എഡിറ്റ് പോലെ സ്ലോ മോഷൻ ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു പെർഫെക്ഷൻ ആ ഒരു ആപ്ലിക്കേഷനൊന്നും നമുക്ക് തരില്ല. ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് നോക്കിയിട്ടുണ്ട്, കുറേ റിസർച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സ്മൂത്ത് ആക്ഷൻ ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബീറ്റ ആപ്ലിക്കേഷനാണ് ഈ ഒരു സ്മൂത്ത് ആക്ഷൻ ക്യാം. ഇത് മേ ബി ഫ്യൂച്ചറിലാണ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടൊരു ഡെവലപ്പ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവുക. സോ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വെലോസിറ്റി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ ഇതൊരു ബീറ്റ വേർഷനാണ്, നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് കുറേ ടൈം എടുക്കും, ഈ സ്മൂത്ത് ആക്ഷൻ ക്യാമിൽ ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ സ്മൂത്ത് ആക്ഷൻ ക്യാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്. സ്മൂത്ത് ആക്ഷൻ, ഇതിൻ്റെ ലിങ്ക് നമുക്ക് ബീറ്റ വേർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മൂത്ത് ആക്ഷൻ ക്യാം എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് സ്ലോ മോഷൻ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇതാണ് ഇതിൽ സ്ലോ മോഷനും ചെയ്യേണ്ട ഓപ്ഷൻ. ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് 100% ആണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്ലോ മോഷൻ ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു പാർട്ട് എടുത്തിട്ട് അത് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ പ്രിവ്യൂവിൽ കാണിച്ച ആ ഒരു ഭാഗം ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ടൈം ലൈൻ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്തേക്ക് ഈ ഒരു ടൈം ലൈൻ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് അവിടെ നിന്നും കട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് ഈ ഒരു ടൈം ലൈൻ കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഒരു കട്ട് ചെയ്യണ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കട്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം ലൈൻ കൊണ്ടുപോയി വെച്ചിട്ട് ഡിലീറ്റ് അമർത്തുക. അപ്പോൾ ആ ഒരു ഭാഗം പോവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വെലോസിറ്റി എഡിറ്റ് ഇപ്പോൾ ഇത് നോർമലാണ്, ഈ ഒരു വീഡിയോ നോർമലായിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ലോ മോഷൻ എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് നോക്കുക. ഞാൻ ഇയാളുടെ ഹാൻഡ് കുറച്ച് ദൂരോട്ട് പോകുമ്പോഴാണ് എനിക്ക് സ്ലോ മോഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു സംഭവം. ഓക്കെ, സോ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് കാര്യം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ ടൈമിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഒരു 100% മാറ്റിയിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 13% ആക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്കിത് എങ്ങനെ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്നും
അതിനായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ചാറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ആ ഒരു ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ഒരു കൈയിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് സ്ലോ മോഷനായിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ സ്ലോ മോഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒപ്റ്റിമൈസ് റെൻഡറിങ് ആക്കി കൊടുക്കുക. നൊന്നൊക്കെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്, മോഷൻ ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ സിമ്പിൾ സ്മൂത്തിങ് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്കിത് എക്സ്പോർട്ടായി കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ സാധാ കൈൻ മാസ്റ്ററിലും ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ ഫ്രെയിം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സിമ്പിൾ സ്മൂത്തിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മോഷൻ ഇൻ്റർപോളേഷനിലാണ് കൊടുക്കൽ. ഒരു ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൊടുക്കുക. ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമെങ്കിലും പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, ടൈറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എഡിറ്റിങ്ങിന് നല്ലൊരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ സീൻ 1 എന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ നിങ്ങൾ ഒറിജിനലും 30 FPS കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ 60 FPS ആണെങ്കിൽ ഇത് 60 FPS കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ 30 FPS ആണെങ്കിൽ 30 FPS കൊടുക്കുക. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ 30 FPS നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ 60 FPS കൊടുക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എക്സ്പോർട്ടിങ് ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ 30 FPS തന്നെ കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, സേവ് സെറ്റിങ്സ് കൊടുക്കുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 30.5 എന്നാണ് കാണിക്കുന്നത്, അതായത് 5 മിനിറ്റ്. 5 മിനിറ്റൊന്നും ആവില്ല, ജസ്റ്റ് ഇതിലിപ്പോൾ ഏകദേശം 5 മിനിറ്റാണ് കാണിക്കുന്നതെങ്കിലും കുറേ ടൈം എടുക്കും അതിനെക്കാട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈമും എഫേർട്ടും എടുത്തിട്ട് മാത്രം ഇതിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പാടാണ്, കുറച്ച് പാടുപെട്ടാൽ മാത്രമേ വെലോസിറ്റി എഡിറ്റൊക്കെ നമുക്ക് ആൻഡ്രോയിഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കമൻ്റ് ഇടുന്ന എല്ലാവരും ജസ്റ്റ് നോക്കുക, ഭയങ്കര പാടാണിത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതൊന്ന് എക്സ്പോർട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇത്രയും ഒരു രീതിയിലാണ് ഇപ്പോൾ വെലോസിറ്റി എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കുറച്ച് ഫാസ്റ്റായിട്ട് വന്നിട്ട് നോർമലായിട്ട് വന്നിട്ട് പിന്നെ ഒരു സ്ലോ മോഷൻ, അതാണിപ്പോൾ ആൻഡ്രോയിഡിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നടക്കണുള്ളൂ. വെലോസിറ്റി എഡിറ്റൊക്കെ ഇത്രയും പെർഫെക്ഷൻ അവർ ചെയ്യുന്ന പോലെ, ഈ PC എഡിറ്റേഴ്സൊക്കെ ചെയ്യുന്ന പോലെ പെർഫെക്ഷൻ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.